ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിനായി ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. മൂന്നാറിൽ ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരും എന്നാണ് വിവരം. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യും. 500-ലധികം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, സമൂഹത്തിലെ ഉന്നതർക്കൊക്കെ ഈ വിഷയവുമായി ബന്ധമുണ്ട്. പലരും ഈ ഭൂട്ടാൻ വാഹനങ്ങളുടെ ഉപഭോക്താക്കളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഭൂട്ടാൻ കസ്റ്റംസും നമ്മുടെ കസ്റ്റംസും ഈ വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അന്വേഷിക്കുന്നു എന്നാണ്. എന്തൊക്കെ നടപടികളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ ചില വാഹനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സമാനമായി തന്നെ കാര്യങ്ങൾ ഗൗരവമായി മുന്നോട്ട് പോകുമോ? രഞ്ജിത്ത്, ഗൗരവമായി മുന്നോട്ട് പോകുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭൂട്ടാനിലെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെയും തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒരു സംയുക്ത യോഗത്തിലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാറിൽ യോഗം ചേർന്നിരിക്കുന്നത്. വിവിധ തലങ്ങളിലുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളാകുന്നു. കഴിഞ്ഞ നാളുകളായിട്ട് ഇന്ത്യയിൽ നടത്തിയ ഓപ്പറേഷൻ നുംഖൂറിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടത്തിയ അന്വേഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിപ്പോർട്ടുകൾ, സ്വീകരിച്ച നടപടികൾ, എന്തെല്ലാം വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്നത് സംബന്ധിയായ കാര്യങ്ങൾ വിശദമായൊരു റിപ്പോർട്ട് ഇന്ന് ഈ യോഗത്തിൽ അവതരിപ്പിക്കപ്പെടും. കേരളത്തിൽ നിന്ന് മാത്രമായി ഏതാണ്ട് 50ഓളം വാഹനങ്ങളാണ് ഇതുവരെയും പിടിച്ചെടുത്തതായിട്ട് രേഖകളിലുള്ളത്. ഇത് വലിയ രീതിയിലുള്ള, കേരളത്തിലേക്ക് മാത്രമെന്ന് പറയുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കടക്കം ഇതിന് ഇരട്ടിയോളം വാഹനങ്ങൾ കടത്തിയിട്ടുണ്ടാകും. അതിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതെന്ത്, അതിന് സംബന്ധിയായ വിവരങ്ങൾ എന്ത്, ഇതെല്ലാം തന്നെയും ഈ യോഗം ചർച്ച ചെയ്യുകയും ചെയ്യും. വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പ് ഇക്കാര്യങ്ങളിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഭൂട്ടാൻ ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ്? കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വരുന്നതും അത് തട്ടിപ്പ് നടത്തി ഇവിടേക്ക് ഇന്ത്യയിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത്. അത് കൂടുതലും ഈ ആസാം കേന്ദ്രീകരിച്ചുകൊണ്ടും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് കൂടുതൽ വാഹനങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇതിന് പിറകിൽ കൃത്യമായ രീതിയിലൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഇതിൽ നിന്ന് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കടത്തുന്നു. അവിടെ കണ്ടം ചെയ്യുന്ന വാഹനങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഇതൊന്നും നിയമപരമായി നിലനിൽക്കുന്ന രീതിയിലുള്ളതല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ വലിയ നികുതി നഷ്ടമടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തിന് സംഭവിക്കുന്നു. നികുതി നഷ്ടം എന്നതിനും ഒപ്പം തന്നെ ഇതെന്തിനെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്നു, ആരെല്ലാം ഇതിൻ്റെ ഉപയോക്താക്കളാകുന്നു എന്നതും എല്ലാം ശ്രദ്ധേയമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ടോ അറിയാതെയെല്ലാം ഇത്തരം കാര്യങ്ങൾ ചില സെലിബ്രിറ്റികളടക്കം ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയാണ്. പ്രധാനമായിട്ട് തന്നെ കള്ളക്കടത്ത് തടയുക, വാഹന കള്ളക്കടത്ത് തടയുക എന്നത് തന്നെയാണ് പരമപ്രധാനമായി കൊണ്ടുവരുന്നത്. കാരണം ഇത്തരം വാഹനങ്ങൾ മറ്റെന്തെല്ലാം രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, മുന്നോട്ടുള്ള പോക്കിൽ ഇതിനെ എങ്ങനെയെല്ലാം തന്നെ പ്രതിരോധിക്കാൻ കഴിയുക എന്നതെല്ലാമാണ് അപ്പോൾ അവർ യോഗം ചർച്ച ചെയ്യുന്നത്. ഒരു കാര്യം, ഇതിൽ വലിയ രീതിയിലുള്ളൊരു അറസ്റ്റ് കാര്യമായി നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. കേരളത്തിൽ ഇതിൻ്റെ ചില സൂത്രധാരന്മാരെ കൊണ്ടുവന്നു എന്നതിനല്ലാതെ ഇത് ആരാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ, എത്ര നാളുകളായി ഇത് പ്രവർത്തിക്കുന്നു, എത്ര വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇതുവരെ കടത്തിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച ഒരു വസ്തുതകളിലേക്ക് വിശകലനങ്ങളിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഒരു ഗൗരവതരമായ ഒരു കേസാണ്. അതുമായി ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് സംഘം ഈ വിഷയം അന്വേഷിക്കുന്നു, തെളിവുകൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പുതിയ വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.